വയനാട് ജില്ലയിലെ മാനന്തവാടിയിലുള്ള പഴശ്ശി കുടീരം. ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തെ ചെറുത്തുനിൽക്കുവാനുള്ള ധീരതയോ സൈന്യബലമോ അന്നത്തെ നാട്ടുരാജാക്കന്മാർക്ക് ഉണ്ടായിരുന്നില്ല. കോട്ടയം രാജകുടുംബത്തിലെ വീര കേരള സിംഹം എന്ന് വിശേഷിപ്പിക്കുന്ന വീര കേരളവർമ്മ പഴശ്ശിരാജ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങൾക്കെതിരെ 1793 പഴശ്ശിരാജാവ് ആരംഭിച്ച പൂർവാധികം രൂക്ഷമായ പ്രക്ഷോഭങ്ങൾ ഒന്നാം പഴശ്ശി വിപ്ലവം എന്ന പേരിലാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1795 പഴശ്ശിരാജാവ് എല്ലാ നികുതി പിരിവുകളും നിർത്തിവെപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് അധികാരത്തെ പരസ്യമായി വെല്ലുവിളിച്ചു. 1799 വയനാട് പിടിച്ചെടുക്കുവാനുള്ള ബ്രിട്ടീഷുകാരുടെ ശ്രമമാണ് രണ്ടാമത്തെ പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം. പഴശ്ശി രാജാവ് വയനാട് സ്വന്തം ജില്ലയാണെന്ന് അവകാശപ്പെടുകയും വയനാട് പിടിച്ചെടുക്കുവാനുള്ള ബ്രിട്ടീഷുകാരുടെ ശ്രമത്തെ എതിർക്കുകയും ചെയ്തു. 1801 ബ്രിട്ടീഷ് പടയാളികളുടെ ഒരു സംഘം പഴശ്ശി രാജാവിന്റെ പ്രധാന സേനാനായകനായിരുന്ന കണ്ണവത്തു ശങ്കരൻ നമ്പ്യാരെ തടവിൽ പിടിച്ച് തൂക്കിലേറ്റി. പഴശ്ശി വിപ്ലവത്തിന് ഏറ്റ കനത്ത ആഘാതമായിരുന്നു ഇത്. 1804 ജൂൺ 16 പഴശ്ശി രാജാവിനെയും പടയാളികളെയും പിടിച്ചു കൊടുക്കുന്നവർക്ക് സമ്മാനം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു വിളംബരമിറക്കി. ബ്രിട്ടീഷുകാർ പഴശ്ശി രാജാവിന്റെ വനസങ്കേതത്തിന് കർശനമായ നിരോധനം ഏർപ്പെടുത്തി. അന്നത്തെ ബ്രിട്ടീഷ് സബ് കളക്ടറായിരുന്ന തോമസ് ഹാർവേ ബാബർ പഴശ്ശി രാജാവിനെയും അനുയായികളെയും കൊടും വനത്തിൽ ആയുധാവനം ചെയ്തു. 1805 നവംബർ 30 വയനാട് പുൽപ്പള്ളിയിലെ മാവിലാൻ തോട്ടിൽ വെച്ച് വീര കേരളവർമ്മ പഴശ്ശി രാജാവ് ധീരരക്തസാക്ഷിയായി. അദ്ദേഹത്തിന്റെ സേനാനായകന്മാരിൽ 4 പേർ വധിക്കപ്പെടുകയും 2 പേർ തടവുകാരായി പിടിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെയും അനേകം പരിചാരകരെയും ബ്രിട്ടീഷുകാർ ബന്ധനത്തിലാക്കി. തോമസ് ബാബർ വീര പഴശ്ശിയുടെ മൃതദേഹം അദ്ദേഹത്തിന്റെ തന്നെ പല്ലക്കിൽ മാനന്തവാടിയിൽ കൊണ്ടുവന്ന് ആചാരപ്രകാരമുള്ള ബഹുമതികളോടെ സംസ്കരിച്ചു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവസാന ശ്വാസം വരെയും പടപൊരുതി ജീവത്യാഗം ചെയ്ത നമ്മൾ അറിയാത്ത എത്രയോ ആളുകൾ. മരണത്തിന് പോലും മായ്ക്കാനാവാത്ത ആരാധനാസ്പർശിയായ സ്നേഹാദരങ്ങളോടെ ജനങ്ങൾ വീക്ഷിച്ചിരുന്ന ധീരനായ നേതാവായിരുന്നു വീര കേരളവർമ്മ പഴശ്ശിരാജ. സ്വാതന്ത്ര്യത്തിനു വേണ്ടി കൈവരിച്ച രക്തസാക്ഷിത്വം വീര പഴശ്ശിയുടെ ജീവിതത്തിൽ അനുപമമായ ഒരു പരിവേഷം അണിയിക്കുകയും ഭാരതീയരുടെ ഹൃദയങ്ങളിൽ അനശ്വര സ്ഥാനം സമ്പാദിച്ചു കൊടുക്കുകയും ചെയ്തു.